ഞാൻ കുമ്പളപ്പറമ്പ് തറവാട്ടിൽപ്പെട്ടതല്ല. ഞാൻ കുമ്പളപ്പറമ്പ് തറവാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച ആളാണ്. ഞാൻ കുറ്റിപ്പുറം സ്റ്റേഷനിലെ പോലീസുകാരനാണ്. നമുക്ക് പോലീസ് വകുപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. കുമ്പളപ്പറമ്പിലെ അപ്പുക്കുട്ടൻ, ലക്ഷ്മി എന്നിവരുടെ മകൻ സിന്ധുവിനാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. ഇത് സിന്ധു. ഇത് സിന്ധുവിൻ്റെ ചേച്ചി ഷീബ. ഇത് അമ്മ. ഇത് സിന്ധുവിൻ്റെ ഏട്ടൻ. ഇത് അവരുടെ വൈഫ്, അവരുടെ കുട്ടി, അവിടെ അത് ചെറിയച്ഛൻ്റെ മക്കള്. ഇതെൻ്റെ മോള് ഗോപിക, മോൻ ഗോകുല്. ചേച്ചിയുടെ രണ്ടാമത്തെ മോനാണ്, മൂത്ത മോൻ വന്നിട്ടില്ല. ഇവരോട് പറയാം, ഈ കുടുംബസംഗമത്തിന് രാഷ്ട്രീയ സാമ്പത്തിക മേഖലകൾക്കപ്പുറം എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം. നന്ദി രവീന്ദ്രേട്ടാ. ഇത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. രവീന്ദ്രേട്ടൻ നമ്മളെ കുമ്പളപ്പറമ്പിൽ തറവാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചതാണ്. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ആണ് ജോലി. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ അത് ഇപ്പോഴുള്ള എൻ്റെ പേര് രാജേഷ് എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് അച്യുതൻ എന്നാണ്. ഇതെൻ്റെ ഏട്ടനാണ്, സുരേഷ് ബാബു എന്നാണ് പേര്, പൊന്നെന്നാണ് വിളിക്കുക. ഇതെൻ്റെ അമ്മ ഭാരതി എന്ന പേര്. ഇതെൻ്റെ ചെറിയച്ഛൻ്റെ മോനാണ്, കുമാരൻകുട്ടിച്ചൻ്റെ മോനാണ് സതീഷ് ബാബു. ഇതെൻ്റെ വല്യച്ഛൻ്റെ മോനാണ്, കൃഷ്ണ വല്യച്ഛൻ്റെ മോനാണ് രാജൻ. കോട്ടയ്ക്ക് ആരോഗ്യശാലയിൽ ജോലി ചെയ്യാണ്. ഇതെൻ്റെ മോനെ ആദിത്യൻ. ഏട്ടൻ്റെ മോളാണ് സൂര്യ. പിന്നെ ഇത് സതീഷ് ബാബുവിൻ്റെ അമ്മയാണ്. അത് കുമാരൻകുട്ടിച്ചൻ്റെ മോനാണ്, എൻ്റെ അനിയനാണ് സന്തോഷ്. ഇത് എൻ്റെ അളിയനാണ്, എൻ്റെ പെങ്ങളെ ഭർത്താവാണ് ബാലകൃഷ്ണൻ എന്ന കുട്ടൻ. പിന്നെ ഇത് എൻ്റെ എഴുത്തമ്മയാണ്, കോട്ടക്കല്. മണിയേട്ടൻ്റെ ഭാര്യയാണ് ശോഭ. ഇതെൻ്റെ ഏട്ടൻ്റെ ഒരു ഭാര്യയാണ് വിജി. ഇത് ഏട്ടൻ്റെ മക്കളാണ്. ഇതെൻ്റെ ഭാര്യയാണ് രഞ്ജുഷ. അത് എൻ്റെ മോനാണ്, ചെറിയ മോനാണ് അർജുൻ. ഇതെൻ്റെ പെങ്ങളാണ്, ക്യാവൂർ പെങ്ങളുള്ളൂ. അവളെ കല്യാണം കഴിച്ചത് കാവമ്പുറത്തേക്കാണ്. അവളുടെ പേര് അനിത. പിന്നെ അത് എൻ്റെ മൂത്ത മോളാണ്, എൻ്റെ ഏട്ടൻ്റെ മോളാണ് വർഷ. പിന്നെ എൻ്റെ പെങ്ങളെ മോളുണ്ട് അവിടെ മേഘ. അവള് ചെറിയ സുഖമില്ലാത്തതുകൊണ്ട് ഇവിടെ സ്റ്റേജിൽ കയറാതിരിക്കുകയാണ്. നമ്മളിവിടെ ഈ കുടുംബ സംഗമം വളരെയധികം വിജയകരമായി ഇവിടെ നടന്നിരിക്കുകയാണ്. ഈ സംഗമം ഈ കൂട്ടായ്മ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ എല്ലാവരും തയ്യാറായി. വരുന്ന ആളുകളിൽ നമ്മൾ ഇതൊരു മുന്നോട്ടുള്ളൊരു കാൽവെപ്പാണ്. ആ കാൽവെപ്പ് നമ്മൾ ഒരിക്കലും പിന്നോട്ട് വയ്ക്കുവാൻ പാടില്ല. ഈ കുടുംബ സംഗമത്തിന് എൻ്റെ കുടുംബത്തിന്റെ എല്ലാവിധ ഭാവങ്ങൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. നന്ദി രാജേഷ്. അടുത്തത് കുടുംബാംഗങ്ങൾ കയറേണ്ടതാണ്. നമ്മൾ 4 മണിയായി നമ്മളെ കലാപരിപാടികൾ ആരംഭിക്കേണ്ട സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വേഗം വന്ന് വേഗം പരിചയപ്പെട്ട് വേഗം അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.